ഹേ ഗായ്സ്, സോ നമ്മൾ വന്നിരിക്കുന്നത് ഒരു ക്വയലിംഗ് ആർട്ടുമായിട്ടാണ്. സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ക്വയലിംഗ് ടൂളാണ് കേട്ടോ ഞാൻ കാണിച്ചത്. ഇത് ക്വയലിംഗ് പേപ്പറാണ്. ഇത് നമ്മൾ റോൾ ചെയ്തെടുത്തിട്ട് വേണം നമ്മൾ എന്താ പറയുക ഇതിനെ ഫ്രെയിം ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. ഇത് ഞാൻ കൈകൊണ്ടാണ് ഫസ്റ്റ് ചെയ്ത് കാണിക്കുന്നത്. സെയിം വെച്ച് നമുക്ക് ക്വയലിംഗ് ടൂൾ വെച്ചിട്ടും ചെയ്യാം. ക്വയലിംഗ് ടൂൾ കുറച്ചും കൂടി ഈസിയാണ്. ഇപ്പോൾ നമുക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും ഭയങ്കര എന്താ പറയുക ഭയങ്കര ഡിഫിക്കൽട്ടാണ് കയ്യിൽ ഇതാക്കാനുള്ളത്. നമ്മുടെ കയ്യിൽ നിന്ന് പൂവൊക്കെ കഴിഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഇത് കഴിഞ്ഞിട്ടുള്ള ബാക്കിയെല്ലാം ഞാൻ ചെയ്തിട്ടുള്ളത് കോയിലിംഗ് ടൂൾ വെച്ചിട്ടാണ്. കോയിലിംഗ് ടൂൾ ജസ്റ്റ് ബാറ്ററിയിൽ വർക്ക് ചെയ്യണ കോയിലിംഗ് ടൂളാണ് ഞാൻ ഇപ്പോൾ യൂസ് ചെയ്തിട്ടുള്ളത്. സോ അത് നമ്മൾ കോയിലിംഗ് പേപ്പറിൽ വെച്ചിട്ട് നമ്മൾ ആ സ്വിച്ച് ഞെക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് റോൾ ചെയ്യും. റോൾ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കത് ഒരു ഗമ്മ് വെച്ചിട്ട് സ്റ്റിക്ക് ചെയ്തെടുക്കാം. പിന്നെ നമുക്ക് വേണ്ട ഷേപ്പിലേക്ക് അത് മാറ്റിയെടുക്കാം. ഞാൻ ഓരോ കളേഴ്സായിട്ട് ഇപ്പോൾ ഇങ്ങനെ റോൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഓരോരോ കളറായിട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാൻ കോയിലിംഗ് ടൂളിൽ നിന്ന് എടുത്ത സമയത്ത് അത് പക്ഷെ കറക്റ്റ് എനിക്ക് എടുക്കാൻ പറ്റിയില്ല. അപ്പോൾ അത് വീണ്ടും ഒന്നേന്ന് ചെയ്യേണ്ടി വന്നു. നമുക്കങ്ങനെ കോയിലിംഗ് ടൂളിൽ നിന്ന് എടുക്കുന്ന സമയത്ത് കുറച്ച് സൂക്ഷിച്ചെടുത്തില്ല എന്നുണ്ടെങ്കിൽ അത് കേൾസായിട്ട് മാറും, നമുക്ക് റൗണ്ടായിട്ട് കിട്ടില്ല. അപ്പോൾ അതൊന്ന് ശ്രദ്ധിച്ചെടുക്കുക. അങ്ങനെ ഓരോരോ കളറായിട്ട് എടുക്കുക. ഞാൻ എൻ്റെ പിക്ചറിന് മാച്ചിങ് ആയിട്ടുള്ള രീതിയിലേക്കുള്ള കളേഴ്സ് എടുത്തിട്ടുള്ളത്. കുറച്ച് പേസ്റ്റൽ കളർ, കുറച്ച് ഡാർക്ക് കളർ, അങ്ങനത്തെ കളേഴ്സ് എടുത്തിട്ടുള്ളത്. ഞാൻ അധികം ലൈറ്റിലേക്ക് പോയിട്ടില്ല. കൂടുതലൊരു ഫ്ലോറൽ ഇത് ചെയ്യാനാണ് ഞാൻ വിചാരിച്ചത്. സോ ഞാൻ ചെയ്തതെല്ലാം അങ്ങനത്തെ ഇത് വെച്ചിട്ടായിരുന്നു. കുറച്ച് ഗ്രീൻ, പിങ്ക്, വയലറ്റ് അങ്ങനത്തെ ഓരോരോ കളേഴ്സ് വെച്ചിട്ടാണ് ഞാനത് ചെയ്തെടുത്തിട്ടുള്ളത്. നമ്മളിതിൻ്റെ ഓരോന്നും റോൾ ചെയ്തതിന് ശേഷം വേണം നമ്മളിത് ഷേപ്പ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. നമ്മൾ ഷേപ്പ് ചെയ്യുമ്പോൾ അതിന് നമ്മൾ ക്വയലിംഗ് ചെയ്ത് കഴിഞ്ഞിട്ട് ആ റിങ് നമ്മൾ കുറച്ച് വലുതാക്കി കൊടുക്കുമ്പോൾ നമുക്ക് അതിലൊരു ഷേപ്പ് കിട്ടും. അതിനനുസരിച്ച് നമുക്ക് ഷേപ്പ് ചെയ്യാം. അങ്ങനെയാണ് ഞാനിപ്പോൾ ഈ പിങ്ക് കളറുള്ളത് ഞാൻ ഷേപ്പ് ചെയ്തെടുത്തിട്ടുള്ളത്. നമ്മളത് ഈ ഗ്രീൻ ലീവ്സൊക്കെ അതേമാതിരി ഞാൻ ഒരു ജസ്റ്റ് നമ്മൾ മെല്ലെ വിടുക. അപ്പോൾ നമുക്കതിൽ ചെറിയ ആംഗിൾ വ്യത്യാസം വരുത്തുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും ഇതിലൊരു പാറ്റേൺ വരുന്നുണ്ട്. ആ പാറ്റേൺ അനുസരിച്ച് നമുക്ക് അത് മാറ്റാൻ പറ്റും. ഇപ്പോൾ അതേപോലെ പാറ്റേൺ മാറ്റിയിട്ടുള്ള സാധനങ്ങൾ കറക്റ്റ് വീഡിയോയിൽ ക്ലിയർ ആവണില്ല, ബട്ട് പാറ്റേൺ മാറ്റിയിട്ടാണ് ഇതാക്കുന്നത്. ഇപ്പോൾ ഞാനിത് ഓരോന്നായിട്ട് ഷേപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഞാൻ എല്ലാ കളേഴ്സും ഞാൻ ആദ്യം ഇങ്ങനെ റിങ്ങാക്കി എടുത്തു. അതിന് ശേഷമാണ് ഞാൻ ഇതാക്കുന്നത്, ഷേപ്പ് ചെയ്തെടുക്കുന്നത്. ഇപ്പോൾ ലീഫും പെറ്റൽസും വേറെ കളറ് വേറെ ചൂസ് ചെയ്ത് അങ്ങനെയാണ് ഞാൻ ചെയ്തിട്ടുള്ളത്. ഓരോരോ ഷേപ്പിലേക്ക് നമ്മൾ പ്രസ് ചെയ്ത് മാറ്റാം. അത് നമ്മുടെ ഒരു ഐഡിയ വെച്ചിട്ട് നമ്മൾ ചെയ്താൽ മതി. ഇപ്പോൾ പെറ്റൽസ് വേറെ ഷേപ്പിൽ വേറെ ഷേപ്പിൽ ഓരോന്നിതാക്കി എടുക്കുകയാണ് ഞാൻ. ഞാൻ എൻ്റെ ഫ്രെയിം ചെയ്യണ പിക്ചറൊന്ന് മാറ്റിയിട്ടുണ്ട്. ഞാൻ ഈ റൗണ്ടിലേക്ക് ഷേപ്പ് ചെയ്തെടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതിനനുസരിച്ച് എത്ര ലെങ്ത്ത് വേണമെന്നുള്ളതിലേക്ക് ഞാൻ A3 ഷീറ്റിലേക്കാണ് കേട്ടോ ഫ്രെയിം ചെയ്തെടുക്കുന്നത്. അപ്പോൾ A3 ഫ്രെയിം എനിക്ക് വേണ്ട വലുപ്പത്തേക്ക് ഞാൻ കട്ട് ചെയ്തെടുത്തു. A3 കുറച്ച് ഹാർഡായതുകൊണ്ട് ഞാൻ എടുത്ത്, നമുക്ക് വേണമെങ്കിൽ വേറെ ഫ്രെയിം ഒട്ടിക്കാൻ വേണ്ടിയിട്ട് വേറെ ബാക്ക്ഗ്രൗണ്ട് സജസ്റ്റ് ചെയ്യാം കേട്ടോ. കാർഡ്ബോർഡ് ആയാലും കുഴപ്പമില്ല. ഇനി വേറെ എന്തെങ്കിലും കട്ടിയുള്ള ഇതായിരിക്കണം എന്നേ ഉള്ളൂ. കാരണം നമ്മളിത് ഫ്രെയിം ചെയ്തെടുക്കുമ്പോൾ അല്ലെങ്കിൽ ചിലപ്പോൾ ഒരു വേവി ആയിട്ട് വരും. പേപ്പറല്ലേ, മീൻസ് A4 പേപ്പറൊക്കെ ആണെങ്കിൽ അതിനൊരു വേവി സ്ട്രക്ചർ വരും. അപ്പോൾ നമ്മുടെ കറക്റ്റ് ഭംഗി കിട്ടില്ല, പൂക്കളൊന്നും നിൽക്കണതിൻ്റെ ഭംഗി കിട്ടില്ല. അപ്പോൾ ഞാൻ ഓരോന്നായിട്ട് ഞാൻ ആദ്യം പ്ലേസ് ചെയ്തു. എനിക്ക് എങ്ങനെയാണ് വേണ്ടതെന്ന് അങ്ങനെ പ്ലേസ് ചെയ്തു. അല്ല, നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ആദ്യം തന്നെ ഒട്ടിക്കുക കേട്ടോ. എനിക്കത് ഒരു കറക്റ്റ് ഐഡിയ കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ ആദ്യം പ്ലേസ് ചെയ്തിട്ട് അവിടെ സ്റ്റിക്ക് ചെയ്ത് കൊടുത്തു. ഓരോന്നായിട്ട് ഞാനിങ്ങനെ ഒട്ടിച്ചു കൊടുത്തുകൊണ്ടിരിക്കുകയാണ്.
ആൻഡ് ഫൈനൽ ഔട്ട്പുട്ട് വരുന്നത് ഇങ്ങനെയാണ്. ഇതാണ് നമ്മൾ ഒട്ടിച്ചെടുത്തതിൻ്റെ ബാക്കി. ഞാൻ എന്ത് ചെയ്തു, ഫ്രെയിം കൊടുക്കുന്നത് നമ്മൾ ഐ സ്റ്റിക്സ് വെച്ചിട്ടാണ്. ഐ സ്റ്റിക്സ് 2 ലെയർ ഞാൻ കൊടുത്തു, കാരണം കുറച്ചൊരു സ്റ്റിഫായിട്ട് നിൽക്കാൻ വേണ്ടിയിട്ട്. അത് ഫെവിക്കോളിൻ്റെ തോന്നുന്നുണ്ട്, ഫെവിക്കോളിൻ്റെ തന്നെ ഓൾ സ്റ്റിക്ക് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഗമ്മിട്ടിട്ടാണ് ഞാൻ ഒട്ടിച്ചിട്ടുള്ളത്. പേപ്പറിൽ ഞാൻ ഒട്ടിച്ചപ്പോൾ നമ്മുടെ സാധാ ഫെവിക്കോളും അല്ലാതെ. അപ്പോൾ ഇതാണ് നമ്മുടെ ലാസ്റ്റ് ഫൈനൽ. ഇത് ഞാൻ മുന്നേ ചെയ്തിട്ടുള്ളൊരു ഫ്രെയിമാണ്. അത് കഴിഞ്ഞിട്ട് ഞാൻ ഇതേമാതിരി ഫ്രെയിം ചെയ്തിട്ട് ഞാൻ വീട്ടിൽ വെച്ചിട്ടുണ്ട്.